ഇത് ആൽഫിൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സോളാർ പവറിലുള്ള ഒരു ഹോം UPS ആണ്. ഒരു ചെറിയ UPS ആണ്. ഇതിനകത്ത് ഇതിൽ 2 LED ലൈറ്റ്സ് ഉണ്ട്, നല്ല വെട്ടമുണ്ട്. പിന്നെ നമുക്കൊരു 12 വോൾട്ട് DC ഫാൻ ഇതേ കണക്ട് ചെയ്യാം. പിന്നെ ഒരു 12 വോൾട്ട് പാനലും കണക്ട് ചെയ്യാം. പാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സോളാറിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് സാധാരണ ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കാം, ലിഥിയം ബാറ്ററി വേണേലും ഉപയോഗിക്കാം. ഇപ്പം നമ്മളിത് ഈ പരിചയപ്പെടുത്തുന്ന സാധനത്തിന് സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയാണ് കൊടുക്കുന്നത്. അത് 12 വോൾട്ട് 7.2 ആംപിയർ ബാറ്ററിയാണ്. ഇപ്പോൾ ഈ ബാക്കിലത്തെ കവർ തുറന്ന് ഇത് ഈ UPS സെപ്പറേറ്റാണ് വരുന്നത്. ബാറ്ററി ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഇവർ റെക്കമെൻഡ് ചെയ്ത് പിന്നിട്ടിരിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിക്കാണ്. ലെഡ് ആസിഡ് ബാറ്ററി വെക്കുന്ന ഹോൾ ഇതാണ് ബാറ്ററി. UPS ബാറ്ററിയാണ്. 12 വോൾട്ട് 7.2 ആംപിയർ. ഈ ബാറ്ററി വാറണ്ടിയുള്ള ബാറ്ററിയാണ്, നല്ലതാണ്. 7.2 ആംപിയർ നമ്മൾ അത്യാവശ്യം ആംപിയർ ഉണ്ട്. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകൾ നമുക്ക് എമർജൻസി ആയിട്ട് ഇത് യൂസ് ചെയ്യാം. കൂടാതെ 3 ബൾബുകൾ, അതായത് നമ്മുടെ സാധാരണ CFL നമ്മുടെ LED ബൾബില്ലേ, സാധാരണ LED ബൾബ് 230 കത്തുന്ന 3 എണ്ണം ഒരേ സമയം, ഒരു 10 വാട്ട്സിൻ്റെയോ 14 വാട്ട്സിൻ്റെയോ 3 ബൾബും കൂടെ നമുക്ക് ഒരേ സമയം ഓണാക്കാം. 3 ബൾബും 2 LED, ഇതേ തന്നെയുള്ള 2 LED, അങ്ങനെ 3 2 5 ലൈറ്റ് കത്തും. ഇതുകൊണ്ട് നമ്മൾ ഓണാക്കി ഇടുമ്പോൾ അതിൻ്റെ ഗ്രീൻ ലൈറ്റ് അകത്ത് കത്തും. പിന്നെ ചാർജിങ്ങിന് എത്തുമ്പോഴത്തേക്കും റെഡ് കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ആ ബ്ലിങ്കിങ് കഴിഞ്ഞ് പിന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കും. അതിനുശേഷം അത് ഗ്രീൻ കളറായി മാറും. അപ്പോൾ ഫുൾ ചാർജാണെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഇതിനൊരു മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞൊരു സ്വിച്ചുണ്ട്. ഇതാണ് അതിൻ്റെ 2 LED. മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞൊരു സ്വിച്ചുണ്ട്. അത് ഓണാക്കിയിടുമ്പോൾ പച്ച ലൈറ്റ് കത്തിക്കിടക്കും. പിന്നെ ഓവർലോഡോ ബാറ്ററി ലോയോ വന്നാൽ അതിൻ്റെ മേളിലുള്ള 3ാമത്തെ ഏറ്റവും മേളിലുള്ള ഇതിൽ ആ റെഡ് ലൈറ്റ് കത്തിക്കിടക്കും. പിന്നെ ഫങ്ഷൻ ഒന്നും ആകില്ല. ഓവർലോഡ് ആയതുകൊണ്ട് 1ാമത്തെ LED ഒരെണ്ണം നമ്മൾ എക്സ്ട്രാ വയറിട്ട് നീട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ സാധാരണ ബൾബിട്ട് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത് 2ാമത്തെ LED മെയിൻ ഓണാക്കി വിട്ട് കഴിഞ്ഞിട്ട് അത് ഓണാക്കി കഴിഞ്ഞാൽ ഓണാവുള്ളൂ. മെയിൻ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഇതൊന്നും ഓണാകത്തില്ല. അങ്ങനെ 2, 3 മൂന്നാമത്തെ LEDയും കൂടെ നമ്മൾ വെച്ചിരിക്കുകയാണ്. 3 ഇതുണ്ട്, അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതുണ്ട് 1, 2, 3. അപ്പം ഈ തട്ടുകട നടത്തുന്നവരും ഈ പെർഫ്യൂം കച്ചവടം നടത്തുന്നവരും അങ്ങനെ ചെറിയ കടകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കടകൾ നടത്തുന്നവർക്ക് ഇത് നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേനെ.